الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. യമനിൽ തലസ്ഥാനമായ സ്വൻആ പ്രദേശത്ത് ഒരു പ്രായമുള്ള പക്വതയുള്ള ദീനീനിഷ്ഠയുള്ള ഒരാൾ താമസിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഖുറൈശികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കേട്ടുകേൾവി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. വലിയ കൃഷിയിടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, വലിയ തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൃഷി കൊയ്തെടുക്കുന്ന ദിവസം അദ്ദേഹം തന്റെ കൃഷിയെ മൂന്നാക്കി ഭാഗിക്കും. മൂന്നിലൊരു ഭാഗം അദ്ദേഹം എടുക്കും, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിനും ബിസിനസ്സിനും ഒക്കെ ആയിട്ട് നീക്കിവെക്കും. പിന്നെ മൂന്നിലൊരു ഭാഗം അദ്ദേഹം വിത്തിന് വേണ്ടി സൂക്ഷിക്കും, അടുത്ത വർഷത്തെ കൃഷി ഇറക്കാൻ. കുറച്ച് അദ്ദേഹം അവിടെ ഒഴിവാക്കും, തോട്ടത്തിൽ തന്നെ ഒഴിവാക്കും. അത് പാവങ്ങളായ ആളുകളൊക്കെ ഇതിന്റെ കൊയ്ത്തും വിളവെടുപ്പും കഴിഞ്ഞ് വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുമെന്നാണ്. അങ്ങനെ ഇയാള് മരണപ്പെടുകയാണ്. പിന്നെ അത് അനന്തരമെടുക്കുന്നത് മക്കളാണ്. മക്കൾ അനന്തരമെടുത്തപ്പോ ഇതുപോലെ പാവങ്ങൾ വന്നു വിളവെടുപ്പിന്റെ അന്ന്. അപ്പൊ പാവങ്ങള് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. മക്കൾ പലപ്പോഴും അങ്ങനെ ആവുമല്ലോ. അപ്പൊ അവർ തീരുമാനിച്ചു, വാപ്പ ഇതൊരു മോശമായ കാര്യമാണ് ചെയ്തത്, നമുക്ക് ഇനി മുതല് കൃഷി കൊയ്തെടുക്കുമ്പോ അവിടെ ആരും വരാൻ പാടില്ല, പാവങ്ങൾ ആരും വരാൻ പാടില്ല, ഫുള്ള് നമുക്ക് തന്നെ അത് വിളവെടുപ്പ് നടത്തണം, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം, ഒന്നും ഒഴിവാക്കാൻ പാടില്ല എന്നവർ തീരുമാനിക്കാൻ. അത് തീരുമാനിച്ചവര് മക്കളൊക്കെ കൂടി രാത്രി പ്ലാൻ ചെയ്തു, നാളെ വിളവെടുപ്പ് നടക്കാൻ ടൈം ഒന്ന് മാറ്റാം.
കാരണം ഇതറിഞ്ഞ ആളുകളൊക്കെ വരും, പാവങ്ങളൊക്കെ വന്നിട്ട് അതെടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഓലിക്കൊരു വിഹിതം കൊടുക്കേണ്ടി വരും. അപ്പൊ രാവിലെ തന്നെ അതിരാവിലെ പോയിട്ടെല്ലാം കൊയ്ത്ത് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞ് പാവങ്ങൾ വരുമ്പോഴേക്ക് നമുക്ക് അവിടുന്ന് കഴിച്ചിലാവണം എന്നായിരുന്നു അവരുടെ പ്ലാന്. പക്ഷെ ഈ ഒരു ആസൂത്രണം അള്ളാഹു പരാജയപ്പെടുത്തിയെന്നാണ്. അവർ ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു തീക്കാറ്റ് വന്ന്, അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായിട്ട് അതൊക്കെ നശിച്ചിട്ടുണ്ട്. ആദ്യം അവർക്ക് സംശയം തോന്നി, ഇതന്നെയല്ലേ ഞങ്ങളുടെ തോട്ടം രാത്രി പോന്നതുകൊണ്ട് വഴിയറിയാതെ പോന്നതാണോ? പിന്നെ ലക്ഷണങ്ങളൊക്കെ നോക്കി, അടുത്തുള്ളതൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ഉറപ്പായി ഇത് ഞങ്ങളുടെ തോട്ടം തന്നെയാണ്. അപ്പൊ അവർക്ക് ചെയ്ത കാര്യത്തിൽ ഖേദമുണ്ടായി. അപ്പൊ ഒരാൾ പറഞ്ഞു, ഏറ്റവും കാര്യപ്പെട്ട ഒരാളുണ്ടായിരുന്നു, അയാൾ ആദ്യം തന്നെ വിലക്കിയ ആളാന്നാ മനസ്സിലാണ്. അയാള് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പാടില്ല, നിങ്ങൾ അള്ളാനെ ഓർക്കണം. ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടില്ല, ഇതൊരു മോശമായ പ്ലാനാണ്, ആ പദ്ധതിയാണ്. അപ്പൊ അവരൊക്കെ മൂത്ത ആള് പറഞ്ഞതനുസരിച്ചു. പിന്നെ അവര് അവരുടെ കുറ്റം സമ്മതിച്ചു. പടച്ചോ ഞങ്ങൾക്ക് പുറത്തു തരും എന്നവരാഗ്രഹിച്ചു എന്നാണ് ഈ കഥ. ഇത് പരിശുദ്ധ ഖുർആനില് 68-ാമത്തെ അധ്യായം, സൂറത്ത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖലമില് 17-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹ് ഈ ഒരു കഥയാണ് വിശദീകരിക്കുന്നത്. ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളുടെ കൂട്ടത്തിൽ അസ്ഹാബുൽ ജന്ന എന്നാണ് ഈ കഥയുടെ ആളുകൾ അറിയപ്പെടുന്നത്. തോട്ടക്കാര്, തോട്ടത്തിന്റെ ആളുകൾ എന്ന്. അസ്ഹാബുൽ ബുസ്താൻ എന്നും പറയാറുണ്ട്. ഇത് തോട്ടത്തിന്റെ ആളുകളാണ്. അത് ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബുൽ ജന്ന. ഖുറൈശികളെ ഞാൻ പരീക്ഷിക്കും, അസ്ഹാബുൽ ജന്നത്തിനെ ഞാൻ പരീക്ഷിച്ചതുപോലെ ഖുറൈശികളെ പരീക്ഷിക്കും, അസ്ഹാബുൽ ജന്നത്തിനെ പരീക്ഷിച്ചതുപോലെ. ഇത് അഖ്സമു, അവര് സത്യം ചെയ്തു, ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ, നാളെ രാവിലെ അത് മുഴുവൻ ഞങ്ങൾ കൊയ്തെടുക്കും എന്നവര് സത്യം ചെയ്തു പറഞ്ഞു. വലാ യസ്തസ്നൂൻ, രണ്ടർത്ഥം പറയും. ഒന്നും ഒഴിവാക്കാതെ എന്നൊരർത്ഥം. സാധുക്കൾക്ക് ഒന്നും ഒഴിവാക്കൂല, മുഴുവൻ ഞങ്ങൾ കൊയ്തു കൊണ്ടുവരും. കൃഷി എന്ന് പറയുമ്പോൾ നെല്ലാവാം, ഗോതമ്പാവാം, പഴങ്ങളാവാം, മാങ്ങ, ഓറഞ്ച് പോലുള്ള സാധനങ്ങളാവാം, എന്തോ ആവട്ടെ, മുഴുവൻ കൊയ്തെടുക്കും. അതിൽ നമുക്ക് പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ? അങ്ങനെ തീരുമാനിച്ചു. വലാ യസ്തസ്നൂൻ. പ്രബലമായ അഭിപ്രായ പ്രകാരം അവര് ഒരു കാര്യം സത്യം ചെയ്തപ്പോ ഇസ്തിസ്നാ നടത്തിയില്ല എന്നതാണ്. ഇസ്തിസ്നാ എന്ന് പറയും. ഇസ്തിസ്നാ എന്ന് പറഞ്ഞാല് ഇസ്ലാമില് നമ്മുടെ കർമ്മശാസ്ത്രപരമായി ഓരോ ദിക്റുകൾക്കും ഓരോ പേരുകളുണ്ട്. ഇപ്പോ അല്ലാഹ് എന്നത് ലഫ്ലുൽ ജലാല എന്നാണ് അറിയപ്പെടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന് ബസ്മല എന്നാണ് അറിയപ്പെടുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഹംദല എന്നാണ് അറിയപ്പെടുക. അങ്ങനെ കുറെ വാക്കുകളുണ്ട്, മനസ്സിലാകാൻ വേണ്ടി പറയാം. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ എന്ന് ബാങ്കിൽ പറയുന്നതിന് ഹൈ അല എന്താണ് പറയുക. ഒരാള് മരിച്ചു അല്ലെങ്കിൽ ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന് ഇസ്തിർജാ എന്നാണ് പറയുക. ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാം. ഒരു കാര്യം പറയുമ്പോ ഇൻഷാ അല്ലാഹ്, അത് നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയം. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്തിസ്നാ എന്നതിന് പറയാം. അപ്പൊ അതുകൊണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് വലാ യസ്തസ്നൂൻ, അവര് ഇസ്തിസ്നാ നടത്തിയില്ല എന്ന് പറഞ്ഞാൽ നാളെ എന്തായാലും അത് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്നവർ പറഞ്ഞില്ല എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്.
അപ്പൊ എന്ത് ചെയ്തു? ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക് വഹും നായിമൂൻ. അവര് ഉറങ്ങിക്കിടക്കുമ്പോ അതൊക്കെ തീരുമാനിച്ച് ഉറങ്ങാൻ പോയപ്പോ റബ്ബിന്റെ ഒരു ത്വായിഫ്, ചുഴലിക്കാറ്റാവാം, എന്തെങ്കിലും ഒരു അപ്രത്യക്ഷമായ ഒരു സംഗതി, പ്രതീക്ഷിക്കാത്തൊരു സംഗതിക്കാണ് ത്വായിഫ് എന്ന് പറയാം, അതിനെ ബാധിച്ചു എന്നാണ്. ആ തോട്ടത്തെ ബാധിച്ച് ആ തോട്ടം ആകെ വിളവെടുപ്പ് നടത്തിയതുപോലെയായി മാറി. അത് അല്ലാഹ് ചെയ്തൊരു പണി. രാവിലെ ഇവരിത് പോകാൻ വേണ്ടി ഖുർആൻ പറയാം, ഫതനാദൗ മുസ്ബിഹീൻ. രാവിലെ അവരെല്ലാവരും വിളിച്ചു, ഫതനാദൗ മുസ്ബിഹീൻ അനിഗ്ദൂ അലാ ഹർസികും ഇൻ കുൻതും സാരിമീൻ. നിങ്ങൾ വിളവെടുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോരി, രാവിലെ തന്നെ വേഗം പോരണം, നമുക്കതൊക്കെ കൊയ്തെടുക്കണം, വേഗം ഇറങ്ങിയാൽ രാവിലെ തന്നെ പോകാനുള്ള ഒരു പുറപ്പാട്. ടൂറൊക്കെ പോകുമ്പോൾ ഒരു പുറപ്പാടുണ്ടാവില്ലേ, സന്തോഷത്തോടെ ഒക്കെപ്പാട് ആട്ടിത്തൊളിച്ച് എല്ലാവരും പാടെ പോയി എന്നാണ്. ഫന്തലഖൂ, അങ്ങനെ അവര് പോയി, ഇത് കൊയ്യാൻ വേണ്ടി പോയി. വഹും യതഖാഫതൂൻ, അവര് പരസ്പരം സ്വകാര്യം പറയുന്നുണ്ട്, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്ന് സാധുക്കളുടെ ശല്യം ഉണ്ടാവൂല എന്നും പറഞ്ഞ പോണേ. സാധാരണ കൊയ്ത്ത് വാപ്പ കൊയ്യുമ്പോ സാധുക്കൾ വരും, നേരത്തെ ടൈം മാറ്റി പോവുകയാണ്. ഇന്ന് സാധുക്കളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്ന് പതുക്കെ പറഞ്ഞിട്ട് പോലെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവര് പോയി, രാവിലെ തന്നെ പോയി. അലാ ഹർദിൻ ഖാദിരീൻ, ആ സാധുക്കളെ മുഴുവൻ തടഞ്ഞു നിർത്താൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് അവരിത് കൊയ്തെടുക്കാൻ പോകുന്നത്. ഫഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ചെന്നപ്പോഴോ ഫലമ്മ റഔഹാ, അതിനെ കണ്ടു, ആകെ വിളവെടുപ്പ് രൂപത്തിൽ കണ്ടപ്പോ ഖാലൂ ഇന്നാ ലളാലൂൻ, ആദ്യം പറഞ്ഞു ഞങ്ങൾ വഴി പേച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വഴി മാറിയിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞു ബൽ നഹ്നു മഹറൂമൂൻ, അതല്ല, നമുക്ക് ഈ കൃഷി തടയപ്പെട്ടതാണ്, ആരോ വന്ന് ഇതെന്തോ ചെയ്തിട്ടുണ്ട്, നമുക്കിത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഖാല ഔസത്തുഹും, അതിലേറ്റവും ഉത്തമനായ ശ്രേഷ്ഠനായ പക്വതയുള്ള ഒരാള് പറഞ്ഞു ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തില്ല? ഞാൻ നിങ്ങളോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല, അതാ മനസ്സിലാണ്. ലൗലാ തുസബ്ബിഹൂൻ, അപ്പോൾ മനസ്സിലായി. ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. അപ്പൊ അവര് പറഞ്ഞു പടച്ചവനെ തന്നെയാണ്, പരിശുദ്ധൻ പടച്ചവനാണ്, ഞങ്ങൾ അക്രമികളായി പോയി. മാത്രല്ല ഇന്നാ കുന്നാ ളാലിമീൻ അവര് ബഅലുഹും അലാ ബഅലിൻ യതലാവമൂൻ ഫഅഖബല ബഅലുഹും അലാ ബഅലിൻ യതലാവമൂൻ. അവര് പിന്നെ പരസ്പരം ആക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ചില പ്ലാനുകൾ പരാജയപ്പെട്ടാൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും. ഇത് പറഞ്ഞിട്ടല്ലേ, ഞാനല്ലല്ലോ, ജന്നല്ലേ എന്റെ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മനുഷ്യന്റെ ഒരു സഹജമാണ്. അപ്പൊ അവര് പരസ്പരം ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കൃത്യമായിട്ട് ആ കഥ പറഞ്ഞുതരാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ, വല്ലാത്തൊരു നാശം, ഞങ്ങളാകെ അധപ്പതിച്ചു പോയല്ലോ. അതുകൊണ്ട് ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ, അതുകൊണ്ട് ഫഅസാ റബ്ബുനാ അയ്യുബ്ദിലനാ ഖൈറൻ മിൻഹാ, തൗബ ചെയ്യാൻ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് ഇതിലേറെ നല്ലത് തന്നേക്കാൻ, ഞങ്ങൾ തെറ്റുകാരായി പോയി. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, ഞങ്ങൾ റബ്ബിനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു എന്നവർ പറഞ്ഞു എന്നാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ ഈ കഥ. ഈ കഥയാണ് യഥാർത്ഥത്തിൽ ഖിസ്സത്തു അസ്ഹാബിൽ ബുസ്താൻ അല്ലെങ്കിൽ ഖിസ്സത്തു അസ്ഹാബിൽ ജന്ന എന്ന് സൂറത്ത് 68-ാമത്തെ സൂറത്തായ അൽ ഖലമിൽ 17 മുതൽ പറയുന്നത്. ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയുണ്ട്, സൂറത്ത് യൂസുഫിന്റെ കഥയുണ്ട്, മൂസാ നബിയുടെ കഥയുണ്ട്, അതുപോലെ തന്നെ യഅ്ജൂജ് മഅ്ജൂജിന്റെ കഥകളുണ്ട്. ഒരുപാട് കഥകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കഥ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കഥ യൂസുഫ് നബിയുടെ കഥയാണ്. മറ്റതൊക്കെ പലയിടത്തുമായി പറഞ്ഞതാണ്, ഇതും ഒരിടത്ത് മാത്രം പറഞ്ഞതാണ്. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയെ കുറിച്ച് ഖുർആൻ തുടക്കത്തിൽ പറഞ്ഞത് അഹ്സനൽ ഖസസ്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഞാൻ നിനക്ക് ഏറ്റവും നല്ല ഒരു കഥ പറഞ്ഞു തരാന്ന്. അത് വെച്ചിട്ട് ആ കഥ പറഞ്ഞു, യൂസുഫ് നബിയുടെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു, അതാ ഞാൻ ഓതിയ ആയത്ത്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്,
കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമുണ്ട്. കഥ എപ്പോഴാണെങ്കിലും അത് ഗുണപാഠ കഥകളായിരിക്കണം. ഖുർആൻ പറയും അത് ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്കൊക്കെ കഥകൾ കേട്ടാൽ ഒരു ഗുണപാഠം അതിൽ നിന്ന് കിട്ടണം. മാ കാന ഹദീസൻ യുഫ്തറ. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന അമ്മൂമ്മ കഥകളല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി. അത് റബ്ബിന്റെ മുമ്പിലുള്ള ഒരു സത്യവാങ്മൂലമാണ്. ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു സത്യസന്ധമായ കാര്യമാണ്. മാത്രല്ല വതഫ്സീല കുല്ലി ഷൈ. എല്ലാറ്റിന്റെയും ഒരു വിശദീകരണമാണ്. വഹുദൻ വറഹ്മത്തൽ ലിൽ മുഅ്മിനീൻ. അത് മുഅ്മിനീങ്ങൾക്ക് ഒരു ഗൈഡൻസ്, മാർഗദർശനമാണ്, ഒരു കാരുണ്യവുമാണ്. ചില കാര്യങ്ങളൊക്കെ മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു കഥയിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഗുണപാഠങ്ങളൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് സാധുക്കളെ പരിഗണിക്കണം എന്ന് തന്നെയാണ്. അല്ലാഹു തആല ഫല്ലല ബഅദഹും അലാ ബഅദിൻ ഫി റിസ്ഖ്. എല്ലാവർക്കും ഒരേപോലെയല്ല അല്ലാഹു തആല റിസ്ഖ് നൽകിയിട്ടുണ്ട്. എന്നെ പോലെ ആവില്ല നിങ്ങൾ പലരും ജീവിക്കണം. ചിലപ്പോ എന്നെക്കാളും ഉയർന്ന ഗ്രേഡിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും, എന്നെക്കാളും താഴ്ന്ന ഗ്രേഡിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല ഒരാൾക്ക് കുറച്ച് നിഅമത്ത് കൊടുത്താൽ, നമുക്ക് സമ്പത്ത് തന്നാൽ, അത് വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം. ആ സമ്പത്ത് മുഴുവൻ എനിക്കുള്ളതാണ്, അത് മുഴുവൻ എനിക്ക് സ്വന്തമാക്കണം എന്നൊരു വിചാരം, അതൊരു ഇടുങ്ങിയ മനസ്സാണ്. ഒരിക്കലും പാടില്ല. എന്ത് ബിസിനസ് ആണെങ്കിലും, എന്ത് കച്ചവടമാണെങ്കിലും, എന്ത് കൃഷിയാണെങ്കിലും കുറച്ചൊക്കെ അതിൽ പാവപ്പെട്ടവർക്ക് ഒരു ചെറിയ അവകാശങ്ങൾ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതുണ്ടാവണം എന്നതാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങനത്തെ ഒരു മനസ്സ് കച്ചവടക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ തിയറി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ പരമാവധി ഓനെ തൃപ്തിപ്പെടുത്തി, ഓനെ ബ്രെയിൻ വാഷ് ചെയ്ത്, അവനെ പ്രീണിപ്പിച്ച് അവന്റെ പൈസ പിടുങ്ങുക എന്നതിലേക്ക് നമ്മുടെ ബിസിനസ് സംസ്കാരം എത്തിയിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ ആലോചിച്ചോ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ സാധനം വാങ്ങാൻ പോയാൽ കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഒരു മനസ്സുണ്ടായിരുന്നു മനുഷ്യർക്ക്. കടകൾ ഉണ്ടാകുന്നതിന് മുമ്പ് കൃഷികൾ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, പൂളക്കേങ്ങ് പറയുണ്ടാവും. പൂളക്കേങ്ങ് പറിക്കാൻ പോകുമ്പോൾ വലിയ പൂളക്കേങ്ങിന്റെ കപ്പക്കേങ്ങ്, അതിന്റെ തോട്ടത്തിലേക്ക് പൂളക്കേങ്ങ് പറിക്കണ ദിവസം ഉണ്ടാവും. ആ പൂളക്കേങ്ങ് പറിച്ച് അവര് ലോറി കൊണ്ടുപോയാൽ അതിന്റെ ഞാള എന്ന് പറഞ്ഞ സാധനം, എന്താ നമ്മൾ പറയാ, ഞാള എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ചെറിയ ചെറിയ സാധനങ്ങൾ അത്യാവശ്യം കഴിക്കാണ്ടാവും. അത് പാവപ്പെട്ടവർ വന്ന് പെറുക്കിക്കൊണ്ടു, അത് മുതലാളി തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോകില്ല, അതവിടെ ഇട്ട് പോവും. അത് നമുക്ക് പോയിട്ട് ആർക്ക് വേണമെങ്കിലും അത് പെറുക്കാം. കൊയ്ത്തു കഴിഞ്ഞാൽ പിടിത്താള് പെറുക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, കർഷകർക്കറിയാം. കൊയ്ത്തു കഴിഞ്ഞാൽ മുഴുവൻ കൊയ്ത് കൊണ്ടുപോകില്ല, അത് പാവപ്പെട്ടവരൊക്കെ കൂടി വന്നിട്ട് പിടിത്താള് പെറുക്കും. ആ കൊയ്ത് അവിടെ വീട് കിടക്കുന്നതൊക്കെ പെറുക്കും. പക്ഷെ ഞാൻ ഇപ്പൊ നിരീക്ഷിച്ചപ്പോ അന്നത്തേക്കാളേറെ പിടിത്താള് കിട്ടും ഇപ്പോ കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്യുമ്പോ. പക്ഷെ അത് പെറുക്കാൻ ആരും കാണില്ല. ഓന്റെ മുതല് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ, അതേ സാധുക്കൾ ഇല്ലാഞ്ഞിട്ടാണോ, ആർക്കും അത് ആവശ്യമില്ലാഞ്ഞിട്ടാണോ, കിട്ടാഞ്ഞിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം പഴയ കാലത്തെ പിടുത്താളിനേക്കാൾ കൂടുതൽ യന്ത്രം കൊണ്ട് കൊയ്യുമ്പോ പാടത്ത് ഈ സാധനം കടക്കുന്നുണ്ട്. അത് കടക്കട്ടെ, അതൊന്നും പെറുക്കിക്കൊണ്ടോണ്ട, അതൊക്കെ പക്ഷികളോ മൃഗങ്ങളോ പാവങ്ങളോ ആരോ എടുത്തോട്ടെ. ഈ ഒരു മനസ്സ് പഴയ കാലത്തുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇന്ന് അത് മാറി വന്ന് എത്രത്തോളം എന്നറിയോ? നമ്മൾ വീട്ടിൽ ഒരു പീടിയെ പോയിട്ട്, ഞാൻ തുറന്നു പറയാണ്, ഒന്നും ആരും കുറ്റപ്പെടുത്തല്ല, നമ്മളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഒരു പീടിയെ പോയിട്ട് നമ്മൾ 1 കിലോ അരി വാങ്ങിയാൽ അത് ശരിക്ക് കണക്ക് പറയാൻ ഒരു കിലോനും ഒരു 50 ഗ്രാമോ 25 ഗ്രാമെങ്കിലും അതിലധികം ഉണ്ടാവും. ഒരു മുൻതൂക്കം എന്ന് പറയുമ്പോൾ അത് തരും, നമ്മൾ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ അളവൊക്കെ കഴിഞ്ഞിട്ട് ഒരു പിടിക്കുള്ളിൽ വാരിട്ട് തരും. ഒരു സന്തോഷാണ്. ഒന്നും ഉണ്ടായിട്ടില്ല, കസ്റ്റമർക്ക് ഒരു സന്തോഷാണ്. കണ്ടില്ലേ, 10,000 എഴുതിയിട്ട് വെട്ടിയിട്ട് 6,000 എഴുതിയാൽ കസ്റ്റമർക്ക്, അങ്ങനെയുള്ള പേപ്പറിൽ വരുന്ന പരസ്യമൊക്കെ
ഒന്നുമില്ലാതെ തമ്മിൽ 10,000 എഴുതിയിട്ട് അതുകൊണ്ട് ചുവന്ന വര കൊണ്ട് വെട്ടിയിട്ട് അതിന്റെ അപ്പുറത്ത് 6,000 ഇങ്ങനെയൊക്കെ വിറ്റാപ്പല് പൊളിഞ്ഞു പോകില്ലേ? അപ്പൊ നമുക്കറിയാം അതൊരു ബിസിനസ് ട്രിക്കാണ്. മനുഷ്യന്റെ മനസ്സൻ അവന്റെ മൈൻഡ് റീഡ് ചെയ്തിട്ട് വായിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഉണ്ടായിരുന്നു പല കടകളിലും. പക്ഷേ പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റ് മുതൽ തുടങ്ങിയിട്ട് ഇലക്ട്രോണിക് തുലാസുകൾ വന്നപ്പോ നിങ്ങൾ 1 കിലോ അരി വാങ്ങിയാൽ 1.50 അതിലുണ്ടെങ്കിൽ 1.50 പൈസ കസ്റ്റമറിൽ നിന്നും ഈടാക്കും. നമുക്കൊരു പ്രിവിലേജ് കാർഡ് ഉണ്ടാവും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തരികിട. എപ്പോഴെങ്കിലുമൊക്കെ കാർഡിൽ 2 പോയിന്റ് 3 പോയിന്റ് സന്തോഷമാണ്, ആയിക്കോട്ടെ. അതും ഉണ്ടാവില്ല. ചില പീടികയിൽ കൃത്യമായി ഇലക്ട്രോണിക് ത്രാസ് വെച്ചാൽ 1 കിലോ നമ്മൾ വാങ്ങിയാൽ, ഞാൻ ആരും കൊടുക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ടോ, ഒന്നും ഇസ്ലാമിക നിയമമല്ല, പക്ഷെ ഒരു മര്യാദ. 1 കിലോയിൽ ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ 10 ഗ്രാമോ 20 ഗ്രാമോ 50 ഗ്രാമോ വരെ അധികമുണ്ടെങ്കിൽ അതിന് പൈസ ഈടാക്കിയിരുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നതുണ്ട്. അതേപോലെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സാധനം വാങ്ങുമ്പോ 93 ഉറുപ്പ്യെങ്കിൽ നമ്മൾ 100 ഉറുപ്പ്യ കൊടുത്താൽ 10 ഉറുപ്പ്യ മൂപ്പര് തിരിച്ചു തരും. 3 ഉറുപ്പ്യ പൊറുക്കപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിയാണ്. പക്ഷെ ഇപ്പൊ ഗൂഗിൾ പേ വന്നപ്പോഴോ, ഗൂഗിൾ പേയും ഫോൺ പേയും നമ്മൾ അടിക്കുമ്പോ 93 എന്ന് പറഞ്ഞാൽ 93 കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരു പരിഗണനയും ആർക്കുമില്ലാത്ത രൂപത്തിൽ സ്വന്തത്തിലേക്ക് നമ്മളറിയാതെ നമ്മുടെ ബിസിനസ് കമ്പോളങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ഞാനതിന് തെറ്റും ശരിയും ഒന്നുമല്ല വിശദീകരിക്കുന്നത്. ശരഈയായിട്ട് ആർക്കും അവകാശം വേണ്ട, ആർക്കും കിട്ടണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിലൊക്കെ ഒരു പഴയ കാലത്തുള്ള നമ്മുടെ മരിച്ചുപോയ ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഈ ചെറുക്കന്മാരെ മനോഭാവമാണ്. ആരെ ആ തോട്ടത്തിലേക്ക് പറിക്കാൻ പോയില്ലേ കുറച്ച് മനുഷ്യന്മാര്, അപ്പോ ഒന്നിച്ച് ചിലപ്പം ബിസിനസ് തകരുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആശുപത്രിയാ തകരുന്നത്, എത്ര ഹോട്ടലുകളാ തകരുന്നത്, എത്ര ആളുകളാ ബർക്കത്തില്ലാതെ പോകുന്നത്. എന്താ കാരണം? പാവപ്പെട്ടവരെയും കസ്റ്റമറിനെയും ഒക്കെ അവരുടെ മനസ്സിനൊരു ചെറിയ പരിഗണന നമ്മൾ അതിൽ കൊടുക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാരും ഹക്കുണ്ട്, എല്ലാവർക്കും മുഴുവൻ നമ്മളാണ് എടുക്കേണ്ട, കുറച്ചൊക്കെ അവരുടെ ഹക്ക്. നമുക്ക് നഷ്ടം വരണമെന്ന് ഞാൻ പറയുന്നില്ല, നഷ്ടം വരുത്തണം എന്ന് പറയുന്നില്ല. ഇത് ഉണ്ടായിരുന്നു ഒരു സമ്പ്രദായം. 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. കസ്റ്റമർ സന്തോഷം അങ്ങോട്ടും ഉണ്ടാവും. ചിലപ്പോ 103 ആണെങ്കിൽ 110 കൊടുത്തു, ബാക്കി 2 ഉറുപ്പ്യല്ലേ സാറല്ലാണ്ട് ഓനും പോവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൃപ്തി. ഇത് കച്ചവടം ശരിയാവില്ല എന്നൊന്നുമല്ല പറഞ്ഞു കേട്ടോ, അങ്ങനെ ഒന്നും മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ തലമുറന്റെ കാഴ്ചപ്പാടിൽ നിന്നും മാറിയിട്ട് 1 അണുമണി തൂക്കം അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും കിട്ടണമെന്നും ഒരു മനസ്സിലേക്ക് നമ്മൾ അറിയാതെ മാറിയിട്ടുണ്ട് എന്നാണ്. പടച്ചോനെ എന്നാണ് ഇതൊക്കെ ഇല്ലാതാക്കാന്ന് പറയാൻ പറ്റും. പഴയ കാലത്ത് കേട്ടുകളിവില്ലാത്ത അപകടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. അതാണ് ഇത് ഞാൻ പറയുന്നില്ല. ശരി, ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ സാധുക്കളായ മനുഷ്യരെ പ്രത്യേകിച്ചും പരിഗണിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് വെള്ളെങ്കിലും ചേർത്തിട്ട് കറിയൊക്കെ വെക്കുമ്പോ മണം കേൾക്കുന്നവരുണ്ടാവും അപ്പുറത്ത്. അപ്പോ കുറച്ച് വെള്ളെങ്കിലൊക്കെ ചേർത്തിട്ട് അവരെ പരിഗണിക്കണം, അയൽക്കാരനെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ സാധുക്കളെ പരിഗണിക്കണം. പരിഗണിക്കാതിരുന്നാൽ ചിലപ്പോൾ അല്ലാഹു തആല നമ്മുടെ ബിസിനസ്സിൽ ബർക്കത്ത് തരൂല. ആ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതാണ് ഇവിടെ ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഇസ്തിസ്നാ നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ശീലായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മാഷാ അല്ലാ, ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ, അറബി നാട്ടിൽ പോയി ഒന്നോടത്തും കേട്ട് നമ്മളത് വല്ലാതെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എന്തിനാ പറയണത്, എപ്പോഴാ പറയുന്നത് പലപ്പോഴും നമുക്കറിയില്ല. ഞാൻ എപ്പോഴും മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എത്ര ആള് ഇൻഷാ അല്ലാ പറഞ്ഞു വെച്ചാൽ 10 ആള് പറഞ്ഞു വെച്ചാൽ 10 ആള് വരൂലെന്ന് അതിന്റെ അർത്ഥം. കല്യാണം പറഞ്ഞിട്ട് 4-5 ആള് ഇൻഷാ അല്ലാ പറഞ്ഞാൽ ഓല് വരൂലെന്ന് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഉറപ്പുള്ളതിനാണ് ഞാൻ വരട്ടോ എന്ന് പറയുള്ളൂ. അല്ലാത്തതൊക്കെ ഇൻഷാ അല്ലാ തൽക്കാലം കഴിച്ചിലാവും. ക്ഷണിച്ച തൊട്ട് മുടക്കാനും വെച്ച, വരൂലെന്നൊട്ട് പറയാനും വെച്ച, അങ്ങനത്തെ ഇൻഷാ അല്ലാ പറയല്ലേ? അങ്ങനെയല്ല ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന വാക്ക് അള്ളാഹുവിന്റെ മശീഅത്തൻ, ഒരു വിശേഷണമാണ്. അള്ളാഹ് ചില കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകണം നമുക്ക്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ ചിലത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നാളത്തെ നിമിഷം എന്ത് സംഭവിക്കും എന്നത് പടച്ചതമ്പുരാനെ ഡയറക്റ്റ് ഏൽപ്പിക്കുന്ന പരിപാടിയാണ് ഇൻഷാ അല്ലാ. അൽ കഹ്ഫിൽ നമ്മൾ എന്നും ഓതാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ച.
ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യം, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. ഒരു കാര്യത്തെ കുറിച്ചും പറയാൻ പാടില്ല. ഇനി അത് മനസ്സിലാക്കാം. അല്ല, വരൂല എന്നുള്ളതിന് പറഞ്ഞതല്ല. മീറ്റിംഗ് വിളിച്ചാൽ വരൂല എന്നുള്ളതിന് ഇൻഷാ അല്ലാഹ് വരാം. കല്യാണവും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ വരട്ടോ എന്ന് പറയാം. അത് പാടില്ല, തികച്ചും തെറ്റാണ്. അതുകൊണ്ട് ഖുർആൻ പറയാം, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. ഒരു കാര്യത്തെ പറ്റിയും നാളെ ഞാനത് ചെയ്യുമെന്ന് പറയാൻ പാടില്ല. ഇല്ലാ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയാതെ. നാളത്തെ ഒരു കാര്യം മനസ്സിലെങ്കിലും പറയും, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ അറിയില്ല. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എത്ര പ്ലാൻ ചെയ്തോലും ഇപ്പൊ പള്ളിക്കാട്ടിലുണ്ട്. ഈ റമദാനിൽ പ്ലാൻ ചെയ്തോല്, ഈ വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്ലാൻ ചെയ്തോല്, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തോലൊക്കെ ഒരുപാടുണ്ട്. പ്ലാനൊക്കെ നടപ്പിലാക്കേണ്ടത് അള്ളയാണ്. അതുകൊണ്ട് ശക്തമായിട്ട് സൂറത്തുൽ കഹ്ഫിൽ പറയാം, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നബിയോട് ഒരു കാര്യം ചോദിച്ചപ്പോ നബി പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞുതരാം, പക്ഷെ ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, ദുൽഖർനൈന്, യഅ്ജൂജ് മഅ്ജൂജ് ഇതൊക്കെ എന്താ നബിയെ എന്ന് വെച്ചപ്പോ നബി പറയാൻ നാളെ പറഞ്ഞുതരാം, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. എത്രത്തോളം അറിയോ, വദ്കുർ റബ്ബക ഇദാ നസീത ഫഖുൽ അസാ അയഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദാ. ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയാൽ, ഇനി മുതൽ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയാൽ ആരും കേൾപ്പിക്കൊന്നും വേണ്ട, ആരോടും പറയണ്ട, നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. എന്ത് വേണം? വദ്കുർ റബ്ബക, റബ്ബിനെ ഓർക്കണം, ഓർമ്മ വരുമ്പോൾ പറയണം വേണം. എന്നിട്ട് പറയാ, പടച്ചോനെ ഇതിലേക്ക് നല്ലൊരു ഹിദായത്ത്, ഒരു മാർഗം എനിക്ക് തരണേ എന്ന് പടച്ചോനോടൊന്ന് പറയണം വേണം. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്, നാളെ ഒരു കാര്യം, നാളെ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് മൂവ്മെന്റ്, അടുത്ത നിമിഷം ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയണം. ഒന്ന് ശീലിച്ചു നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ബർക്കത്ത് ഉണ്ടാവും. അതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. നമുക്കൊരു സമാധാനം. എന്തെങ്കിലും മുടങ്ങിയാലും നമുക്ക് ബേജാറാവാനൊന്നുമില്ല, അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം, മനസ്സിന് സംതൃപ്തി. പ്രത്യേകിച്ച് സത്യം പറയുമ്പോ, പ്രതിജ്ഞ ചെയ്യുമ്പോ, നേർച്ചയാക്കുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് പറയണമെന്ന്. നിങ്ങൾക്കറിയോ, നേർച്ചയാക്കുക എന്നുള്ളത് ഒരു മസ്അലയാണ്. അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം ചെയ്യലും അങ്ങനെ തന്നെയാണ്. സത്യം ചെയ്യാൻ പാടില്ല. അവിടെ പറഞ്ഞത്, ഇത് അഖ്സമു വല യസ്രിമുന്നഹാ മുസ്ബിഹീൻ, നാളെ നേരം വെളുക്കുമ്പോ ഞങ്ങൾ എന്തായാലും അത് കൊയ്തെടുക്കുന്നവർ തീരുമാനിച്ചു. വലാ യസ്തസ്നു, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല എന്ന്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യും, ഞാൻ എന്തായാലും ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കും, അത് നീർച്ചയേക്കാം, അല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. നമ്മൾ ഒരാളോട് ഇൻഷാ അല്ലാഹ് പറയാതെ നാളെ ഞാൻ എന്തായാലും വരാം, ഒരാൾ വീട്ടിൽ ചോദിച്ചു പറയാം, അല്ല നാളെ ഞാനേ എന്തായാലും വരാം, നാളെ വരാം, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല എങ്കിൽ സത്യം ലംഘിച്ചാൽ ഇസ്ലാമിൽ കഫാറത്തുണ്ട് എന്നാണ്, പ്രായശ്ചിത്തം കൊടുക്കണം. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ അത് ലംഘിച്ചാൽ പ്രായശ്ചിത്തം കൊടുക്കണം എന്നാണ്. എന്താ പ്രായശ്ചിത്തം? ഖുർആൻ പറയുന്നുണ്ട്, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും, നിങ്ങളുടെ സത്യത്തിൽ വരുന്ന അബദ്ധങ്ങളെ അല്ലാഹ് ശിക്ഷിക്കൂല. വലാകിൻ യുആഖിദുകും ബിമാ അഖത്തുമുൽ ഐമാൻ, നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ചെയ്യുന്ന സത്യത്തിനെ അല്ലാഹ് പിടികൂടും. ഫകഫാറതുഹു, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്ആമു അശ്റത്തി മസാകീന, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. വലിയ ഭക്ഷണം മടമിൻ ഔസത്തിമാ തുത്ഇമൂന അഹ്ലീക്കും, നിങ്ങൾ വീട്ടിൽ സാധാരണ ഭക്ഷണം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കൊടുക്കണം. 10 മിസ്കീന്മാർക്ക് ഭക്ഷണം. ഒരു സത്യം ചെയ്തിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവരുടെ വസ്ത്രം കൊടുക്കണം. 10 മിസ്കീന്മാരുടെ വസ്ത്രം, അവർ ധരിക്കുന്ന വസ്ത്രം കൊടുക്കണം. ഔ തഹ്രീറു റഖബ, ഇല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. അതിപ്പോ നമുക്ക് നടക്കും. ഫഇല്ലം യജിദ്, അതും കഴിഞ്ഞില്ലെങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പ് നോൽക്കണം. ദാലിക കഫാറത്തു അയ്മാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്താൽ അതാണ് അത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്ന് അല്ലാഹ് പഠിപ്പിക്കുക. അതുകൊണ്ട് വഹ്ഫളു അയ്മാനക്കും, സത്യം ചെയ്താൽ അത് സൂക്ഷിക്കണേ, കാക്കണേ എന്ന് പടച്ച തമ്പുരാൻ നമ്മോട് വ്യക്തമായിട്ട് പറയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സത്യം ചെയ്യുമ്പോ തന്നെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന് ഈ കഫാറത്ത് കൊടുക്കണ്ടെന്നാണ്. നമുക്ക് നിങ്ങളെ മസാല, സത്യം ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എന്തായാലും വരട്ടോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഓൻ പോയില്ലെങ്കിൽ ആ സത്യത്തിന് എന്തില്ല, കഫാറത്തില്ല.
അതുകൊണ്ട് ഇസ്തിസ്നാഇന്റെ മസ്അല വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അതിൽ പറയുന്ന മറ്റൊരു മസ്അല. അപ്പൊ അതുകൊണ്ട് വലാ യസ്തസ്നൂൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയണം. ഇൻഷാ അല്ലാഹ് ഗൗരവമായി പറയണം, ഗൗരവമായി എടുക്കണം. സത്യം ചെയ്യുമ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പറയണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കഫാറത്ത് കൊടുക്കണം എന്നതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. മൂന്നാമത്തത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്, കുതന്ത്രങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആർക്കെതിരെ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കൂടിയാലോചിച്ച് പകൽ ചെയ്യേണ്ട പ്ലാനുകൾ, ഒരാളെ കൊല്ലാനോ ആക്രമിക്കാനോ സാധുക്കളെ പട്ടിണിക്കിടാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പിന്നെ അവരുടെ വീടുകൾ തകർക്കാനോ ഇങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും രാത്രി, പ്രത്യേകിച്ചും രാത്രി ഇത്തരം കാര്യങ്ങൾക്ക് കൂടിയാലോചന തന്നെ പാടില്ല എന്ന് അത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും രാത്രി ഇരുന്ന് കൂടിയാലോചിക്കാൻ പാടില്ല. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, എന്തിനും ഒരു അനുസരിക്കപ്പെടുന്ന നേതാവ് ഉണ്ടാകുമെന്നാണ്. ഏത് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോഴും നല്ല അഭിപ്രായം പറയുന്ന ഒരാൾ ആ കൂട്ടത്തിലുണ്ടാകും. അതാണ് ഖാല ഔസത്തുഹും അലം ഖുല്ലകും ലൗലാ തുസബ്ബിഹൂന. അതിലേറ്റവും വസ്തുള്ള ആള്, മികവുള്ള ആള്, പക്വതയുള്ള ആള് അയാൾ പറഞ്ഞു എന്നാണ്. ആലോചിച്ചോക്കൂ, എന്ത് നടക്കുമ്പോഴും എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോഴും പക്വതയും പാകതയുമുള്ള ആളുകൾ പറഞ്ഞാൽ അതനുസരിക്കണം, ഇല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും എന്നാണ്. പ്രത്യേകിച്ച് പലതും അങ്ങനെയാണ്. പല വിവാഹങ്ങളൊക്കെ പരാജയപ്പെടുന്നതാണ്. പ്രേമവിവാഹങ്ങൾ പ്രത്യേകിച്ചു രക്ഷിതാക്കളൊക്കെ പറയുമ്പോ കുട്ടികൾ കേൾക്കൂല. കുട്ടികൾക്ക് അവരുടേതായ ആ ഒരു ചിന്തകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കാളും ഒരു വയസ്സ് അധികം ജീവിച്ചവന് നമ്മളെക്കാൾ ഒരു വയസ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു കൊല്ലം ജീവിതാനുഭവത്തിൽ നിന്നൊരു കാര്യം പറയുമ്പോ, അത് പ്രായമുള്ള ആളുകൾ പറയുമ്പോ, പക്വതയുള്ള ആളുകൾ പറയുമ്പോ അത് അംഗീകരിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം, ഇല്ലെങ്കിൽ അവർ ഖേദിക്കേണ്ടി വരും എന്നാണ്. മറ്റൊരു കാര്യം, ഏത് ഗൂഢാലോചന നടത്തിയാലും അവസാനം അത് പൊളിഞ്ഞാൽ, പ്ലാൻ പൊളിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറ്റപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു പ്ലാന് പൊളിഞ്ഞാൽ, ഏത് പ്ലാനും അങ്ങനെ തന്നെയാണ്, ഒരു പരിപാടിയൊക്കെ അങ്ങനെ തന്നെ, ആ കുറ്റപ്പെടുത്തലുകൾ സ്വാഭാവികമാണ്. പക്ഷേ തെറ്റാണ് എന്ന് ബോധ്യമായാൽ എല്ലാവരും ഇന്ന ഇലാ റബ്ബിനാ റാഗിബൂൻ, ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് കൃത്യമായി പറയണം. തൗബ ചെയ്യണം എന്നാണ്. തെറ്റ് ബോധ്യമായാൽ തൗബ ചെയ്യണം. ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പാടില്ല. ഞാൻ അതിലെ കുതന്ത്രത്തിൽ ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, ആർക്കാണ് തൗബ? അറിയാതെ ഒരു തെറ്റിൽ ഏർപ്പെടുന്നവർക്കാണ്. ആലോചിച്ചു. അതിൽ പിന്നെ പറയുന്നുണ്ട് എന്ത്, കദാലിക്കൽ അദാബു വൽ അദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ. ഇങ്ങനെയാണ് അള്ളാന്റെ ശിക്ഷ വരിക. പരലോക ശിക്ഷ അതിലേറെ വലുതാണ് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന്. ഇത് അൽ കഹ്ഫിലും രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. വദരിബ് ലഹും മസലർ റജുലൈനി വജഅൽനാ അഹദഹുമാ വജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അനാബിൻ വഹഫഫ്നാഹുമാ ബിസ്റഇൻ. അങ്ങനെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ട് കിൽതൽ ജന്നതൈനി ആതതു കുലഹാ വലം തദ്ലിം മിനു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ വഖാല ലഹു സാഹിബുഹു വയുഹാവിറുഹു അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാളുകൾ തോട്ടത്തുകൂടെ പോകുമ്പോ ഒരാൾ പറയുന്നുണ്ട് എന്ത്, എനിക്ക് അല്ലാഹു തആല ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തത് അല്ലാഹ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് പരലോകത്തും ഇതിൽ അപ്പുറം എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം എന്നല്ലാതെ ഒരിക്കലും ഇതിൽ കുറവുണ്ടാവൂല എന്നൊരു വിചാരം. അത് ഇന്നും ചില ആളുകളുടെ വിചാരമാണ്. ഞാനിങ്ങനെ ഇവിടെ നെല്ല് നിഅമത്തിൽ താമസിക്കണതൊക്കെ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ്, ഞാൻ അള്ളാന്റെ വലിയ ആളായതുകൊണ്ടാണ്. അള്ളാഹ്ക്ക് വല്ലാത്ത നിഅമത്താണ് അള്ളാഹ് എനിക്ക് ചെയ്തത്, അതുകൊണ്ട് അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് വലൈ റുദിത്തു അൽ കഹ്ഫിലുണ്ടത്, വലൈ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഞാൻ ഇന്ന് റബ്ബിലേക്ക് മടക്കപ്പെട്ടാലേ ഇതിലേക്കാണ് ഖൈർ എന്നല്ലാതെ ഒരു കാര്യവും പടച്ചോനെ ശിക്ഷിക്കൂല. കാരണം അത്ര ഇഷ്ട പടച്ചോൻ എന്നോട് അങ്ങനെ ഇഷ്ടമാണ് എന്നാണ്. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. വലിയ വീട് കഴിച്ച ഒരാളോട് സ്വാഭാവികമായി മറ്റാൾ ചോദിച്ചു, എന്തിനാ വലിയൊരു വീട് കഴിച്ചിരിക്കണേ? അപ്പൊ അയാൾ തമാശക്ക് പറഞ്ഞ്, പിന്നെ അദ്ദേഹത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് വെച്ചു. മയ്യത്ത് വെച്ചിട്ടേ എന്താ പ്രാർത്ഥിക്കണേ? അവന്റെ ഇവിടുത്തെ വീടിനേക്കാളും വലിയ വീട് അവിടെ കൊടുക്കണം എന്നാണ്. അപ്പൊ ഇവിടെ വലിയത് കഴിച്ചാലല്ലേ ആയിരിക്കും വലിയത് അവിടെ കിട്ടുള്ളൂ എന്നാണ് മൂപ്പര് ന്യായീകരണം.
ഒരു വിചാരം അങ്ങനെയാണ്. ഇവിടെ വലിയത് കയറ്റിയാല് അതിലേറെ വലിയത് അവിടെ കിട്ടുന്നതാണ്. പല മനുഷ്യന്മാരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല. കാരണം അല്ലാഹു പറയാ വല അദാബുൽ ആഖിറത്തി അക്ബർ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ ഉണ്ടായെങ്കിൽ പരലോകത്ത് അതിലേറെ വലിയ ശിക്ഷ കിട്ടും. എപ്പോ? തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ. അങ്ങനെ ആ ഖൗമ് തൗബ ചെയ്ത് പെട്ടെന്ന് മടങ്ങിയെന്നാണ്. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. അപ്പൊ അതുകൊണ്ട് പാവങ്ങളുടെ കാര്യം പരിഗണിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിസിനസ് ആണെങ്കിലും കച്ചവടമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കടയാണെങ്കിലും ഒക്കെ ഒരു പരിഗണന കസ്റ്റമറൊക്കെ പാവപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ മുതലാളിമാരായിരിക്കാം. നമ്മുടെ അതിന്റെ അണികൾക്ക്, അതിന്റെ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പരിഗണന നൽകുക. കുറച്ചൊക്കെ പക്ഷികളൊക്കെ തിന്നട്ടെ. അതുകൊണ്ടൊക്കെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ഒരു മാവും വന്ന് മാങ്ങ പറിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് പറിച്ചെടുക്കാൻ പാടില്ല. കുറച്ചവിടെ നിന്നോട്ടെ, ലേശം അവിടെ നിൽക്കണം. അത് പക്ഷികളോ അണ്ണാനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ തിന്നു പോട്ടെ. മുഴുവൻ കൊയ്തെടുക്കാൻ പറ്റില്ല, ലേശം ഭാഗം അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പിടുത്താളെങ്കിലും കുറച്ചൊക്കെ അവിടെ കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു നിയമങ്ങൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കഥ, അതിൽ നിന്നുള്ള ഗുണപാഠം ഇതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഒന്ന് രണ്ട് കാര്യം ഉണർത്താനുണ്ട്. ഒന്ന്, ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സദസ്സ് പള്ളി ഭംഗിയാക്കണം. അതതിന്റെ നിയമമാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ഖുതുബക്കാണ് പ്രാധാന്യം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളിയാഴ്ച നിസ്കാരത്തിനേക്കാൾ പ്രാധാന്യം ഖുതുബക്കാണ്. ഫസ്അഉ ഇലാ ദിക്രില്ലാ, ഓർമ്മിപ്പിക്കുക മാത്രമാണ്. പല കാരണങ്ങളുണ്ടാവും. രണ്ടാമത്തെ കാര്യം, റജബ് മാസത്തിലാണ്. റജബ് മാസം നമുക്കറിയാം അല്ലാഹു തആല പവിത്രമാക്കിയ മാസമാണ് റജബ് മാസം. അതൊറ്റപ്പെട്ട മാസമാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. റജബ് എന്നുള്ളത് ഒറ്റപ്പെട്ട പവിത്രമാക്കിയ, പ്രത്യേകിച്ച് ഉംറ ചെയ്യാനൊക്കെ പഴയ കാലത്ത് യുദ്ധം ഹറാമാക്കിയ ഒരു മാസം കൂടിയാണ് റജബ് മാസം. ഇതില് സാധാരണ റജബ് 27 ഇസ്രാ മിഅ്റാജ്. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് പഠിക്കാം. ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത്, അത് കൃത്യമായ രേഖകളും തെളിവുകളും അതിന്റെ ഡേറ്റുകളൊന്നും പറയപ്പെട്ടിട്ടില്ല. അത് റജബ് 27 പറയപ്പെടുന്നു. ചില ആളുകളൊക്കെ അന്ന് നോമ്പ് നോൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. സലഫി പണ്ഡിതന്മാരും ആ നോമ്പിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ബിദ്അത്താണ്, പുതിയതുണ്ടായ അനാചാരം എന്നാണ് പറയുന്നത്. ചില പണ്ഡിതന്മാരൊക്കെ അതൊരു നോമ്പ്, അന്ന് നിസ്കാരം നമുക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു നോമ്പ്, ശുക്ർ, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞവരുണ്ട്. അതിനേക്കാളേറെ പ്രാധാന്യം അത് അങ്ങനത്തെ ഒരു നോമ്പ് അന്ന് ഇല്ല എന്നതാണ്. അതുകൂടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.